സാധാരണഗതിയിൽ ഇത്തരം ഒരു പ്രതിസന്ധി ഉണ്ടായ അപ്പൊ തന്നെ രാഷ്ട്രീയ പരിഹാരം ഉണ്ടാക്കുന്നവനാ ഞാൻ. പക്ഷെ ഇതിന്റെ ഉദ്ദേശവും സത്യവും ലക്ഷ്യവും എന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. വെറുതെ അതും ഇതും പറഞ്ഞ് സമയം കളയല്ലേ. ശ്രേയ ഇപ്പൊ ഇങ്ങ് എത്തും. അതിനു മുന്നേ നമ്മളൊരു തീരുമാനത്തിലെത്തണം. അനുവിനെ കുറെ പൂവാലന്മാർ ഉപദ്രവിക്കാൻ വന്നോന്നും ശ്രേയ അവരെ അടിച്ചു വീഴ്ത്തി പോലീസുകാരെ ഏൽപ്പിച്ചു എന്നൊക്കെ ചാനലുകാരോട് പറഞ്ഞത് ചാരുവാ. അവള് നമ്മുടെ മുന്നിലും അത് തന്നെ പറഞ്ഞു. വേണമെങ്കിൽ ചാനലിനോട് പറഞ്ഞതിനേക്കാൾ അല്പം കൂടുതലായി പറഞ്ഞു എന്ന് തന്നെ പറയാം. പക്ഷെ അനു ഇപ്പൊ നേരെ തിരിച്ചല്ലേ പറയുന്നേ. ഇതിലേതാ സത്യമെന്ന് ആർക്കാ അറിയാ? ഇനിയിപ്പോ രണ്ടുപേരും പറയുന്നത് സത്യമാണെങ്കിലോ? ഇതേ പായിപ്പാടാ, സീരിയസ് ആയിട്ട് ഒരു കാര്യം സംസാരിക്കുന്നതിനിടയിൽ വായി തോന്നി വിളിച്ച് പറയരുത് കേട്ടോ. അമ്മേ, എന്റെ ബലമായ സംശയം ഇത് ചാരു അനുവും ചേർന്നുള്ള ഒത്തുകളിയാണെന്നാ. ആ, അത് കറക്റ്റ്. ഇതൊരു ഒത്തുകളി തന്നെയാ. അമ്മ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അനുവിനെ രക്ഷിച്ചതിന്റെ ക്രെഡിറ്റ് ആദ്യം ശ്രേയയ്ക്ക് കൊടുത്തു. പിന്നെ അനുവിനെ കൊണ്ട് തന്നെ അത് മാറ്റിപ്പറിപ്പിക്കുന്നു. ഒന്ന് ആലോചിച്ചു നോക്കിയേ. ഇത് ഗൂഢാലോചനയാ. ശ്രേയമാടത്തെ തകർക്കാനുള്ള ചാരുവിന്റെ ഈ നീക്കം നമ്മൾ കാണാതിരിക്കരുത്. ഇവൻ ഇപ്പൊ പറഞ്ഞതിലൊരു കാര്യമുണ്ട്. ഒരു പക്ഷേ അനുവിനെ പൂവാലന്മാരിൽ നിന്ന് രക്ഷിച്ചത് ശ്രേയ ആയിരിക്കില്ല. ശ്രേയ അല്ലെങ്കിൽ പിന്നെ ആര്? ചാരു തന്നെയാണ് രക്ഷിച്ചെന്നാണോ അമ്മയും പറയുന്നേ? അതെ. അങ്ങനെയാണെങ്കിൽ ആ ക്രെഡിറ്റ് എന്തിനു ചാരു ശ്രേയയ്ക്ക് കൊടുക്കണം? അത് ചോദ്യം. എന്തിനു കൊടുക്കണം? അതുമല്ല, ചാരു ആണ് രക്ഷിച്ചതെങ്കില് എനിക്കൊരു പങ്കുമില്ലാന്ന് ശ്രേയ അപ്പൊ തന്നെ നമ്മളോട് പറയില്ലേ? അതും ചോദ്യം. അതും ഒരു ചോദ്യം തന്നെയാ. അതിനെയാണ് പായിപ്പാട നേരത്തെ പറഞ്ഞ ഗൂഢാലോചന എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ പോയിന്റിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുന്ന കണ്ടോ? ആദ്യം ചെയ്യാത്ത കാര്യത്തിന്റെ ക്രെഡിറ്റ് ശ്രേയയുടെ തലയിൽ കെട്ടിവെച്ചു കൊടുക്കുന്നു. ചാനലുകാരുടെ മുന്നിൽ വരെ ശ്രേയയാണ് രക്ഷിച്ചതെന്ന് പറഞ്ഞ് വേണ്ട പബ്ലിസിറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ശ്രേയക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് ചിന്തിച്ചു കാണും ചാരു. പക്ഷെ എന്തിന്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഈ ചോദ്യത്തിനുള്ള ഉത്തരവാണ് ഇന്ന് നടന്നത്. അമ്മ ഇതുവരെ പറഞ്ഞതില് ഈ പറഞ്ഞത് മാത്രം എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. അപമാനിക്കാൻ. ആദ്യം ചെയ്യാത്ത നന്മയ്ക്കുള്ള അഭിനന്ദനം തലയിൽ കെട്ടിവെച്ചു കൊടുക്കുന്നു. അത് കഴിഞ്ഞ് ആ നന്മ ചെയ്തതിനുള്ള അഭിനന്ദനം സ്വീകരിച്ച ആളല്ല എന്ന് തെളിയിക്കുന്നു. എങ്ങനെയുണ്ട് ചാരുവിന്റെ ഐഡിയ? സത്യം പറഞ്ഞ ഈ ചാരുവിന്റെ ഐഡിയ സൂപ്പർ ആണല്ലേ അമ്മായി. നിങ്ങളൊന്നും ചാരുവിന്റെ മുമ്പിൽ ഒന്നുമല്ല. ദേ പായിപ്പാടാ, മിണ്ടാതെ വായടച്ച് നിന്നോണം. ഇതിന്റെ സത്യം എന്താണെന്ന് അറിയണമെങ്കിലേ ശ്രേയോട് തന്നെ ചോദിക്കണം. പക്ഷേ അതിലൊരു കുഴപ്പമുണ്ട്. എന്തു കുഴപ്പം? ഒരു കുഴപ്പമില്ല. ശ്രേയ ഇപ്പൊ വരുമ്പോ വിളിച്ചു നിർത്തി ഒരു ഒറ്റ ചോദ്യം, എന്നിട്ട് അനുവിനെ രക്ഷിച്ചത് മോളാണോ ചാരുവാണോ എന്ന് ഒറ്റ ഉത്തരം. പ്രശ്നം ക്ലോസ്. അങ്ങനെ ശ്രേയോട് എടുത്തടിച്ച് ചോദിച്ചാ അത് നമ്മളോടുള്ള അനിഷ്ടത്തിന് കാരണമാവും എന്ന് കരുതി ചോദിക്കാതിരിക്കാൻ പറ്റുമോ? ഇന്ന് ഇതിന്റെ കല്ലും നെല്ലും തിരിച്ചേ പറ്റൂ. ചാരു അനുവും ചേർന്നുള്ള പ്ലാനാണ് ഇതെങ്കിൽ രണ്ടിനെ ശ്രേയെ കൊണ്ട് തന്നെ പൊളിച്ചടിക്കണം. ശ്രേയമോളൊന്ന് വന്നോട്ടെ. എന്താ വേണ്ടെന്ന് വെച്ചാ നയത്തിൽ ഞാൻ ചെയ്തോളാം. എന്ത് ചെയ്യാന്ന്? നിനക്കിങ്ങനെ ഒരു പണി കിട്ടണമായിരുന്നു എന്നേ ഇക്കാര്യത്തിൽ ഞാൻ പറയും. എന്റെ അവസ്ഥ എന്താ ആകർഷേട്ടൻ ചിന്തിക്കാത്ത?
ഞാൻ പെട്ടു എന്ന് പറഞ്ഞാൽ ശരിക്കും പെട്ടു. ഉം. ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ ടെൻഷൻ അടിച്ച് ഭ്രാന്തായി നിൽക്കുവോ ഇവിടെ. ഇപ്പൊ ദുഷ്ടൻ നിന്ന് ചിരിക്കുന്ന കണ്ടില്ലേ? ഹ, ഞാൻ ആദ്യമേ തന്നെ നിന്നോട് പറഞ്ഞല്ലേ ഇതൊരു വിനയായിട്ട് മാറുമെന്ന്. അപ്പൊ കേക്കില്ല. ശ്രേയെ നല്ലവളാക്കി മറ്റുള്ളവരുടെ മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടി വെറുതെ ഓരോ കള്ളത്തരങ്ങൾ പറഞ്ഞു.